വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. LGS എക്സാമിന് കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള SCRT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ടോപ്പിക് ഇതാണ്: രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്നതാണ് ടോപ്പിക്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന് ഉദാഹരണം ഏതാണ്? ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സിലിക്ക എന്ന് പറയുന്നത്. എന്താണ് സിലിക്ക? ഇനി അടുത്തത് സിലിക്കയുടെ വേറൊരു പ്രത്യേകത ഫൈബർ ഗ്ലാസ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഫൈബർ ഗ്ലാസ്സിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാണ്? ഫൈബർ ഗ്ലാസ്സിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാന്ന് ചോദിച്ചിട്ട് നമ്മളോട് ഓപ്ഷൻ തന്നേക്കാണ്. ഹീലിയം ആണോ, ജിപ്സം ആണോ, സൾഫർ ആണോ, സിലിക്കയാണോ? അപ്പൊ ഫൈബർ ഗ്ലാസ്സിലെ പ്രധാനപ്പെട്ട ഒരു ഘടകവും ഏതന്നെയാണ്? സിലിക്ക തന്നെയാണ്. അടുത്ത ചോദ്യം: സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന്റെ പേര് ജിപ്സം എന്നാണ്. സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ജിപ്സം ആണ്. അടുത്തത്: ഒരു പോളിമറായ പോളിത്തീന്റെ മോണോമർ ഏതാണ്? ഒരു പോളിമറായ പോളിത്തീന്റെ മോണോമറാണ് ഈത്തീൻ എന്ന് പറയുന്നത്. ഒരു പോളിമറായ പോളിത്തീന്റെ മോണോമറാണ് ഈത്തീൻ. അടുത്തത്: കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം. എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിന്റെ കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ജലകാഠിന്യത്തിന് കാരണമായ രാസവസ്തു. എക്സാമ്പിൾ ഓപ്ഷൻ തന്നിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ്, അതുപോലെ സോഡിയം കാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം കാർബണേറ്റ്. ഏതാണ്? കാൽസ്യം ക്ലോറൈഡ്. അപ്പൊ കാഠിന്യത്തിന് കാരണമായ ഒരു വസ്തുവാണ് ഏത്? കാൽസ്യം ക്ലോറൈഡ് എന്നത്. ഇനി അടുത്തത്: കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? റയോൺ കൃത്രിമ സിൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. റയോൺ ട്ടോ. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. തക്കാളി അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ്. അടുത്തത്: പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേര് നാഫ്തലിൻ എന്നാണ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? നാഫ്തലിൻ ആണ്. അന്റാസിഡായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? അന്റാസിഡായി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം ബൈകാർബണേറ്റ് ആണ്. അന്റാസിഡായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ് എന്തായി ഉപയോഗിക്കുന്നു? അന്റാസിഡായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. അടുത്തത്: ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷപദാർത്ഥം ഏതാണ്? ഉരുളക്കിഴങ്ങ് പച്ച നിറമായാൽ അതിലുണ്ടാകുന്ന വിഷപദാർത്ഥത്തിന്റെ പേര് സൊളാനിൻ എന്നാണ്. എന്താണ്? സൊളാനിൻ. അടുത്തത് നോക്കൂ, 2D. എന്താണ്? 2D എന്ന വ്യാവസായിക നാമത്തിൽ അറിയപ്പെടുന്ന രാസവസ്തു ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? 2D എന്നത് ഒരു കളനാശിനിയാണ്. അപ്പൊ 2D എന്ന വ്യവസായ നാമത്തിൽ അറിയപ്പെടുന്ന രാസവസ്തു എന്ത് വിഭാഗത്തിൽ പെടുന്നു? കളനാശിനി വിഭാഗത്തിൽ പെടുന്നു. ആന്റിബയോട്ടിക്കായി ഉപയോഗിക്കുന്ന മരുന്നിന് ഉദാഹരണം പറയുക.
അമോക്സിലിൻ ആന്റിബയോട്ടിക് ആയി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഏതാണ്? അമോക്സിലിൻ ആണ്. അടുത്തത് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്കിന് ഉദാഹരണം. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ. ഏത് സംയുക്തമാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത്? ഹൈപ്പോ എന്നറിയപ്പെടുന്ന സംയുക്തം സോഡിയം തയോസൾഫേറ്റ് ആണ്. സോഡിയം തയോസൾഫേറ്റിനെ എന്തറിയപ്പെടുന്നു? ഹൈപ്പോ എന്നറിയപ്പെടുന്നു. സോഡിയം തയോസൾഫേറ്റ് ഹൈപ്പോ എന്നറിയപ്പെടുന്നു ട്ടോ. ഇനി അടുത്തത് അലക്കുകാരത്തിന്റെ രാസനാമം എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ്. അലക്കുകാരം എന്താണ്? സോഡിയം കാർബണേറ്റ്. അലക്കുകാരത്തിന്റെ രാസനാമം എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം. ഇനി അപ്പക്കാരം എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പക്കാരം എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് അപ്പക്കാരം എന്നറിയപ്പെടുന്നു. സോഡിയം ബൈകാർബണേറ്റ് അപ്പക്കാരം എന്നറിയപ്പെടുന്നു ട്ടോ. ക്ലോറോ അസറ്റോഫിനോൺ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്നത് എന്താണ്? ടീച്ചർ എഴുതാം ക്ലോറോ. ഇതാണ് ക്ലോറോ അസറ്റോഫിനോൺ. ക്ലോറോ അസറ്റോഫിനോൺ എന്താണെന്ന്. ക്ലോറോ അസറ്റോഫിനോൺ എന്താ അറിയോ നിങ്ങൾക്ക് മക്കളെ? ക്ലോറോ അസറ്റോഫിനോൺ എന്ന് പറയുന്നത് കണ്ണീർ വാതകമാണ് കേട്ടോ. എന്താണ്? കണ്ണീർ വാതകം. ഇനി വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ചതാണ് അല്ലെ? അസറ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് എന്താ? അസറ്റിക് ആസിഡ് ആണ്. അജിനമോട്ടോ നമ്മള് ആഹാരത്തിലൊക്കെ രുചി വർദ്ധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. രുചിവർദ്ധക വസ്തുവാണ് അജിനമോട്ടോ എന്ന് പറയുന്നത് അല്ലേ? അജിനമോട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ പേര് എന്താണ്? അജിനമോട്ടോ ഇതാണ്. മോണോ എന്താണ്? മോണോ സോഡിയം. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ്. അജിനമോട്ടോ എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് കേട്ടോ അജിനമോട്ടോ. എന്തിനാ അജിനമോട്ടോ ഉപയോഗിക്കണ? ആഹാര വസ്തുക്കളിലൊക്കെ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ്. മുട്ടത്തോട് എന്തുകൊണ്ടാ നിർമ്മിച്ചേക്കണേ? കാൽസ്യം കാർബണേറ്റ് ആണ്. മുട്ടത്തോട് എന്തുകൊണ്ടാ നിർമ്മിച്ചേക്കണേ? കാൽസ്യം കാർബണേറ്റ് കൊണ്ട് മുട്ടത്തോട് നിർമ്മിച്ചേക്കണു. എന്തുകൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചേക്കണേന്നാ ചോദിക്കണേ. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചേക്കണേ? പല്ല് നിർമ്മിച്ചേക്കണേ. ഇനി മാർബിള് മാർബിളിന്റെ രാസനാമം എന്താണ്? കാൽസ്യം കാർബണേറ്റ്. മാർബിളിന്റെ രാസനാമം എന്താണ്? കാൽസ്യം കാർബണേറ്റ് എന്നുള്ളത് മാർബിളിന്റെ രാസനാമമാണ് കേട്ടോ. ഇനി അടുത്തത് ചുണ്ണാമ്പ്. ചുണ്ണാമ്പ് അല്ലെ? ചുണ്ണാമ്പ് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മള് എന്താ പറയാ പരീക്ഷയ്ക്ക് ചുണ്ണാമ്പ്, അതുപോലെ തന്നെ കുമ്മായം അല്ലെ? കുമ്മായം ഇതൊക്കെ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടില്ലേ? അപ്പൊ കുമ്മായത്തിന്റെ ശാസ്ത്രീയ നാമം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? കുമ്മായത്തിന്റെ ശാസ്ത്രീയ നാമം കാൽസ്യം. കുമ്മായാണ് കേട്ടോ കാൽസ്യം. കുമ്മായത്തിലാവുമ്പോ വെള്ളം ഉണ്ടാവില്ലേ? അപ്പൊ ഹൈഡ്രോക്സൈഡ്. എന്താണ്? ഹൈഡ്രോക്സൈഡ്. വെള്ളം ഉണ്ടാവുമ്പോഴാണ് ഹൈഡ്രോ പേര് വരുന്നത്. ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഏത്? കുമ്മായം ട്ടോ. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കുമ്മായം പൂശ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് കേട്ടോ. ഇനി അടുത്തത് നമ്മള് അടുത്ത കാര്യം പറയണത് എന്താ വെച്ചാ കുമ്മായം. കുമ്മായത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്മായത്തിന്റെ ശാസ്ത്രീയ നാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു. അടുത്തത് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. എല്ലാവർക്കും അറിയാം അല്ലെ? നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? സിട്രിക് ആസിഡ് ആണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഏത് ആസിഡാ? സിട്രിക് ആസിഡ് ആണ്. നാരങ്ങയ്ക്ക് പുളിരസം നൽകുന്ന ആസിഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും സിട്രിക് ആസിഡ് ആണ്. ഇനി തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ടാനിക് ആസിഡ് എന്ന് പറഞ്ഞോളൂട്ടാ. തേയിലയിൽ അടങ്ങിയിരിക്കുന്നത് ടാനിക് ആസിഡ് ആണ്. ഇനി റബ്ബർ പാൽ ഉണ്ടല്ലോ, ആ റബ്ബർ പാല് ഘനീഭവിക്കാൻ നമ്മൾ ഒരു ആസിഡ് ചേർക്കൂട്ടോ. റബ്ബർ പാല് ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡിന്റെ പേരറിയോ നിങ്ങൾക്ക്? ഫോർമിക് ആസിഡ് എന്നാണ്. റബ്ബർ പാല് ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? ഫോർമിക് ആസിഡ് ആണ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാലും ഫോർമിക് ആസിഡ് പറയണം. ഉറുമ്പിൽ ഏത് ആസിഡാ? ഫോർമിക് ആസിഡ് ആണ്. ഇനി മാലിക് ആസിഡ് എന്തിൽ അടങ്ങിയിരിക്കണേ? മാലിക് ആസിഡ്
മാലിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് എന്തിലറിയോ നിങ്ങൾക്ക്? ആപ്പിളിലാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഏത്? മാലിക് ആസിഡ് കേട്ടോ. സാധാരണ പാചക പാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ നമ്മൾ എന്ത് പ്ലാസ്റ്റിക്കാ ഉപയോഗിക്കുക? ബേക്കലൈറ്റ്. ഈ സാധാരണയായിട്ട് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നപ്പോ ഓരോ പദാർത്ഥങ്ങൾക്കും പിടികൾ ഉണ്ടാവൂലേ? ആ പിടികൾക്ക് ഉപയോഗിക്കുന്നത് ബേക്കലൈറ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണെന്ന് കേട്ടോ. ഇനി അടുത്തത് ഡെറ്റോൾ. ഡെറ്റോൾ എന്തിനു ഉദാഹരണമാണ്? ഡെറ്റോൾ ഒരു ആന്റിസെപ്റ്റിക് ആണ്. ഡെറ്റോൾ എന്തിനു ഉദാഹരണമാണ്? ആന്റിസെപ്റ്റിക് ആണ് ഡെറ്റോൾ കേട്ടോ. ഇനി അടുത്തത് തുരിശിട്ട രാസനാമം എന്താന്നാ ചോദിക്കണേ? കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് ആണ് തുരിശ്. കോപ്പർ സൾഫേറ്റ് ആണ് തുരിശ് ട്ടോ. മണ്ണെണ്ണയിൽ എന്തൊക്കെയാ ഉള്ളേ? മണ്ണെണ്ണയിൽ എന്തൊക്കെയാ ഉള്ളേ എന്ന് ചോദിച്ചാൽ കാർബൺ ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ട് കേട്ടോ. മണ്ണെണ്ണയിൽ എന്തൊക്കെയുള്ള? കാർബണും ഹൈഡ്രജനും അടങ്ങിയതാണ് മണ്ണെണ്ണ. ഇനി അടുത്തത് പുകയിലയിൽ ഒരു വിഷാംശം ഉണ്ടല്ലോ, പുകയില. അതെന്താണ്? പുകയിലയിലെ വിഷാംശത്തിന്റെ പേര് നിക്കോട്ടിൻ എന്നാണ് കേട്ടോ. പുകയില എന്താണ്? നിക്കോട്ടിൻ എന്ന വിഷാംശമാണുള്ളത്. ഇനി കക്ക. ആ കക്കയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്താ പറയാ നമ്മള്? കാൽസ്യം കാർബണേറ്റ് എന്ന് പറയണം. കക്കയുടെ ശാസ്ത്രീയ നാമം എന്താ? കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. കക്കയുടെ കാൽസ്യം കാർബണേറ്റ് എന്നുള്ളതാണ് ശാസ്ത്രീയ നാമം കേട്ടോ. നീറ്റുകക്കയിൽ ജലം ചേർക്കുമ്പോൾ രാസപ്രവർത്തനം നടന്ന് എന്തുണ്ടാകണം? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായം അതന്നെ ഉണ്ടാവണം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്നാ പഠിക്കണ്ടേ? നീറ്റുകക്കയില് ജലം ചേർക്കുമ്പോ രാസപ്രവർത്തനം നടന്ന് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. നീറ്റുകക്കയിൽ എന്താ അടങ്ങിയിരിക്കണേന്ന് ചോദിച്ചാൽ നീറ്റുകക്കയിൽ കാൽസ്യം ഓക്സൈഡ് ആണ്. നീറ്റുകക്കയിൽ എന്താ ചോദിച്ചാൽ കാൽസ്യം ഓക്സൈഡ്. അതിൽ ജലം ചേർക്കുമ്പോൾ രാസപ്രവർത്തനം നടന്നിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആവുകയാണ് കേട്ടോ. അപ്പൊ നീറ്റുകക്കയുടെ രാസനാമം ചോദിച്ചാൽ കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇനി ഫോട്ടോഗ്രാഫിലില്ലേ, ഫോട്ടോഗ്രാഫ്, അതിലൊക്കെ ഉപയോഗിക്കുന്ന ലവണം എന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോഗ്രാഫിൽ ഉപയോഗിക്കുന്ന ലവണത്തിന്റെ പേര് സിൽവർ ബ്രോമൈഡ് എന്നാണ്. സിൽവർ ബ്രോമൈഡ് എന്തിലാ ഉപയോഗിക്കണേ? ഫോട്ടോഗ്രാഫിലൊക്കെ ഉപയോഗിക്കുന്ന ലവണാണ് സിൽവർ ബ്രോമൈഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മള്. അതായത് നിത്യജീവിതത്തിലെ രസതന്ത്രം, ആ ദൈനംദിന ജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ കുറച്ച് ആസിഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആസിഡുകളൊക്കെ മുമ്പ് നമ്മള് ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പൊ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആസിഡ് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.